നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ 21 പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളുമായി 2 പേർ വന്നിറങ്ങിയത്. സംശയം തോന്നിയ പോലീസ് അവരെ ചോദ്യം ചെയ്തിരുന്നു. ഈ കുട്ടികളുടെ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള രേഖകളൊന്നുമില്ലാതെയാണ് ഈ 2 പേർക്കൊപ്പം 21 കുട്ടികളെ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ഇറങ്ങിയ നിലയിൽ കണ്ടെത്താനായിട്ട് സാധിച്ചത്. ഏതായാലും അത് വിശദമായി തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എവിടെ നിന്നാണ് കുട്ടികൾ വന്നത്, അല്ലെങ്കിൽ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതടക്കം പോലീസ് വിശദമായി ചോദിച്ചു വരികയായിരുന്നു. ഇന്ന് അതിന്റെ കുറച്ച് വിശദാംശങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടുള്ള 21 കുട്ടികളും ഇപ്പോൾ സുരക്ഷിതരാണ്. കൂടുതൽ അവരുടെ വിശദാംശങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അവരെ ആദ്യം പോലീസിന് സംശയം തോന്നിയപ്പോഴാണ് ചോദ്യം ചെയ്തത്. അതിൽ നിന്ന് തന്നെയാണ് വ്യക്തമായിട്ടുള്ള ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടല്ല ആ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് പോലീസിനെ ബോധ്യമാവുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഭുവനേശ്വറിൽ നിന്നും കേരളത്തിലേക്ക് ട്രെയിനിൽ യാത്ര തിരിച്ച മലയാളി പോലീസ് ഉദ്യോഗസ്ഥരുടെ 3 സംഘത്തിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ മൂലമാണ് ഈ കുട്ടികളെ രക്ഷിക്കാനായിട്ട് സാധിച്ചത്. ട്രെയിനിൽ തങ്ങൾക്ക് സമീപം സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട കുട്ടികളുടെ വിവരങ്ങൾ അന്വേഷിച്ചു നടത്തിയ ഇടപെടലിലൂടെ 21 കുട്ടികളുടെ ജീവിതം തിരികെ പിടിച്ചിരിക്കുകയാണ്. എറണാകുളം റൂറൽ ജില്ലയിലെ CPOമാരായ TS സുബീഷ് പുത്തൻവേലിക്കര, KM മജീഷ് കൂത്താട്ടുകുളം, PS സുജിത് ലാൽ മുനമ്പം എന്നിവർ. ഏതായാലും അവരുടെ കൃത്യമായിട്ടുള്ള ഈ ഒരു 3 സംഘത്തിന്റെ ഇടപെടൽ മൂലമാണ് ആ കുട്ടികളെ രക്ഷിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഒഡീഷയിൽ പോയ സംഘം വിവേക് എക്സ്പ്രസിലാണ് കേരളത്തിലേക്ക് യാത്ര തിരിച്ചത്. ഇവരുടെ സീറ്റിന് സമീപത്തായി ഏകദേശം 10-14 വയസ്സ് പ്രായം തോന്നിക്കുന്ന കുറച്ചു കുട്ടികൾ ഒരുമിച്ചിരിക്കുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ട്രെയിനിൽ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ അവരുടെ പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് വാങ്ങുന്നത് കണ്ടതോടെ കൂടെ ആരുമില്ലെന്ന് മനസ്സിലാക്കി. കാരണം സാധാരണ മുതിർന്ന ആരെങ്കിലും അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മറ്റ് രക്ഷിതാക്കളോ കൂടെ ഉണ്ടെങ്കിൽ കുട്ടികൾ ഇത്തരത്തിൽ ചെയ്യില്ലായിരുന്നു. ഇത് ഇവരുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്തുകൊണ്ട് തന്നെയാണ് കുറെ നേരമായിട്ട് ട്രെയിനിൽ വരുന്ന ഭക്ഷണങ്ങളെല്ലാം തന്നെ കുട്ടികൾ വാങ്ങുന്നുണ്ടായിരുന്നത്. ഇത് ഇവർ ശ്രദ്ധിക്കുകയായിരുന്നു. തുടർന്നാണ് അവരോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. ട്രെയിനിൽ പല ബോഗികളിലായി ഇനിയും കുട്ടികളുണ്ടെന്നും പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമെന്നും കുട്ടികളല്ലാത്ത 2 പേർ കൂടെ ഒപ്പമുണ്ടെന്നും കുട്ടികൾ പറയുകയായിരുന്നു. ബീഹാറിൽ നിന്നുമാണ് വന്നതെന്നും സ്കൂളിൽ പോകാറില്ലെന്നും പറഞ്ഞതും സംശയം ശക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ കുട്ടികളുടെയും അവരുടെ കൂടെ വന്നവരുടെയും ഫോട്ടോ എടുത്ത് എറണാകുളം റൂറൽ ജില്ലയിലെ SSBയിലെ സബ് ഇൻസ്പെക്ടർ ഷാനിന് ഫോൺ മുഖാന്തരം കൈമാറി. വാട്സപ്പിൽ ഫോട്ടോയും ട്രെയിനിന്റെ ഡീറ്റെയിൽസും അയച്ചു കൊടുക്കുകയും ചെയ്തു. ഷാൻ പാലക്കാട് SSBയുമായി ബന്ധപ്പെടുകയും 11-ാം തീയതി ട്രെയിൻ പാലക്കാട് എത്തിയപ്പോൾ 2 പോലീസ് ഉദ്യോഗസ്ഥർ എത്തി കുട്ടികളോടും കൂടെ ഉണ്ടായിരുന്നവരോടും വിവരങ്ങൾ തിരക്കുകയായിരുന്നു. ഇവരുടെ കൈവശമുണ്ടായിരുന്ന രേഖകൾ പരിശോധിക്കുകയും ചെയ്തെങ്കിലും രേഖകൾ വ്യക്തമല്ലാത്തതിനാലും മൊഴികളിൽ അവ്യക്തതയുള്ളതിനാലും പാലക്കാട് പോലീസ് നടപടികൾ സ്വീകരിച്ചു. കുട്ടികളെ ചൈൽഡ് വെൽഫെയർ സെന്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ബീഹാറിലെ കിഷൻഗഞ്ച് ജില്ലയിൽ നിന്നുള്ളവരാണ് 10-നും 14-നും ഇടയിൽ പ്രായമുള്ള 21 കുട്ടികളും. കോഴിക്കോടുള്ള സ്ഥാപനത്തിലേക്ക് പഠന ആവശ്യത്തിനായി കുട്ടികളെ കൊണ്ടുപോവുകയാണെന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞത്. തുടർന്ന് പോലീസ് പാലക്കാട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സണാണ് വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത്. ചെയർപേഴ്സൺ നടത്തിയ അന്വേഷണത്തിൽ 2 വർഷത്തെ കോഴ്സിനാണ് കുട്ടികളെ കൊണ്ടുപോകുന്നതെന്നും ഇവർ മൊഴി നൽകി. കോഴിക്കോടുള്ള സ്ഥാപനത്തിന്റെ പേര് എഴുതി നൽകിയെങ്കിലും ഏത് കോഴ്സിനാണ് കുട്ടികളെ ചേർക്കുന്നതെന്നും വ്യക്തമാക്കാൻ ഇവർക്ക് സാധിച്ചില്ല. തുടർന്നാണ് കുട്ടികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറാൻ തീരുമാനിച്ചത്. കുട്ടികളുടെ കൂടെയുണ്ടായിരുന്ന 2 പേരെയും വിശദമായ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കുട്ടികളെ താൽക്കാലികമായി പാലക്കാട് പേഴുംകരയിലെ കുട്ടികളെ സംരക്ഷിക്കുന്ന സ്ഥാപനത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കുട്ടികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ വീട്ടുകാരെ വിവരമറിയിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കൂടാതെ കുട്ടികളെ കൊണ്ടുവന്ന കോഴിക്കോടുള്ള സ്ഥാപനത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും കുട്ടികളെ ഈ ഒരു കോഴ്സ് പഠിപ്പിക്കാനാണ് കൊണ്ടുവന്നത് എന്ന് പറയുന്നു. എന്നാൽ അതിന്റെ കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ നൽകാനായിട്ട് ഈ മുതിർന്ന 2 പേരെ കൊണ്ട് സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവം നിറഞ്ഞൊരു കാര്യമാണ്. 21 കുട്ടികളാണ് ഇത്തരത്തിൽ കേരളത്തിലേക്ക് കൃത്യമായ രേഖകളില്ലാതെ എത്തിയിരിക്കുന്നത്. ഇവിടെ ഇനി കുട്ടികളെ വല്ല ബാലവേലയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവം നിറഞ്ഞിട്ടുള്ള കാര്യം
കാര്യമാണ്. കാരണം ഇത്തരത്തിലേക്ക് ഈ പറയുന്ന 2 പേർ കുട്ടികളെ ഇങ്ങോട്ടേക്ക് കടത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ആൾക്കാർ, ആവശ്യക്കാർ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇവർ ആർക്കാണ് ഈ കുട്ടികളെ, എവിടെയാണ്, ഏത് സ്ഥാപനത്തിലാണ്, എന്ത് കോഴ്സ് പഠിപ്പിക്കാനാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും കൃത്യമായി തന്നെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും അനധികൃതമായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ കൃത്യമായിട്ടുള്ള ശിക്ഷാ നടപടികളും എടുക്കണം. വളരെ ഒരു സമൂഹത്തിലെ തന്നെ നമുക്കറിയാം നിർണായകമായിട്ടുള്ള ഘടകമാണ് കുട്ടികൾ എന്ന് പറയുന്നത്. കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ഒരു നേരത്തെ അന്നത്തിനായി പണിയെടുക്കേണ്ടി വരുന്ന നിരവധി കുട്ടികൾ നമ്മുടെ ലോകമെമ്പാടുമുണ്ട്. ഈ സാഹചര്യത്തിൽ ബാലവേല നിരോധനത്തെക്കുറിച്ച് സമൂഹത്തിന് ബോധവൽക്കരണം നടത്താനാണ് നമ്മൾ എല്ലാ വർഷവും ലോക ബാലവേല വിരുദ്ധ ദിനം ആചരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള 100ഓളം രാജ്യങ്ങൾ ജൂൺ 12-നാണ് ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഇപ്പോഴും പഠനമനുസരിച്ച് ആഗോളതലത്തിൽ ഓരോ 10 കുട്ടികളിലും ഒരാൾ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നുണ്ട്. എന്നാൽ 2000 മുതലുള്ള കണക്കുകൾ അനുസരിച്ച് മൊത്തത്തിൽ ബാലവേല ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ കണക്കുകൾ അനുസരിച്ച് ലോകത്താകമാനം 152 മില്യൺ കുട്ടികൾ ബാലവേലയിൽ ഏർപ്പെടുന്നുണ്ട്. അവരിൽ 72 മില്യൺ കുട്ടികളും അപകടകരമായ സാഹചര്യങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. ആഗോള സമൂഹത്തെ നിയന്ത്രിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും ചേർന്ന് 2002-ലാണ് ലോക ബാലവേല വിരുദ്ധ ദിനം ആരംഭിച്ചത്. 5-നും 17-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സാധാരണ ബാല്യം ഉറപ്പ് നൽകുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, അതിനുവേണ്ടിയുള്ള ഒരു ദിവസമാണിത്. കുട്ടികൾക്ക് ഉചിതമായ വിദ്യാഭ്യാസം, ആവശ്യമായ മെഡിക്കൽ സേവനങ്ങൾ, ഒഴിവ് സമയം, അടിസ്ഥാന സ്വാതന്ത്ര്യം എന്നിവ വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ ദിനത്തിലൂടെ സംഘടനകൾ ലക്ഷ്യമിടുന്നത്. കുട്ടികൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും അത് അവസാനിപ്പിക്കുന്നതിനുള്ള പരിഹാരങ്ങൾ വികസിപ്പിക്കുന്നതിനുമായാണ് ജൂൺ 12-ന് ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയിലേക്ക് കുട്ടികളെ തള്ളിവിടുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തിൽ അറിവ് വളർത്തുകയുമാണ് ഈ ദിനം ആചരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. ഏതായാലും ഇപ്പോൾ ഈ 21 കുട്ടികളെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ കൃത്യമായിട്ടുള്ള രേഖകളൊന്നുമില്ലാതെ വളരെ സുരക്ഷിതമല്ലാത്ത രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്, അതുമെല്ലാം പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് എന്നുള്ളത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അവരുടെ കൂടുതൽ വിശദാംശങ്ങൾ അറിഞ്ഞ് അവരെ സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് തന്നെ എത്തിക്കാനുള്ള നടപടികൾ നമ്മുടെ അധികൃതർ വേഗം തന്നെ നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കുട്ടികൾ ഇപ്പോൾ സുരക്ഷിതരാണ്. ആ 2 മുതിർന്ന ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്.